നമുക്കിനി പറയാനുള്ളത് പീത്ത് ഇൻസിഡൻസ് മെട്രിക്സാണ്. പീത്ത് ഇൻസിഡൻസ് മെട്രിക്സ് അറിയണമെങ്കിൽ നമുക്ക് ഇൻസിഡൻസ് നമ്പർ എന്താണെന്ന് അറിയണം. ഇൻസിഡൻസ് നമ്പർ അറിയാനോ ഓറിയൻറ്റേഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഓറിയൻറ്റേഷൻ പഠിക്കും, എന്നിട്ട് പീത്ത് ഇൻസിഡൻസ് നമ്പർ പഠിക്കും, എന്നിട്ട് നമ്മൾ ഇൻസിഡൻസ് മെട്രിക്സ് പഠിക്കും. ഓക്കെ, ആദ്യം എന്താ ഓറിയൻറ്റേഷൻ എന്ന് പറയാം. ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു ഓർഡറിങ് കൊടുക്കുന്നതിനാണ് ഓറിയൻറ്റേഷൻ എന്ന് പറയാം. രണ്ട് തരത്തിലുള്ള ഓറിയൻറ്റേഷൻ ഉണ്ട്. പോസിറ്റീവ് ഓറിയൻറ്റേഷനും നെഗറ്റീവ് ഓറിയൻറ്റേഷനും. പോസിറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈവൺ പെർമ്യൂട്ടേഷനുള്ള ഇക്വലൻ്റ് ക്ലാസ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആവും. ഓഡ് പെർമ്യൂട്ടേഷനുള്ള ഇക്വലൻ്റ് ക്ലാസ് എടുക്കുമ്പോൾ അത് നെഗറ്റീവ്ലി ഓറിയൻറ്റഡ് ആവും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എടുക്കുന്ന ഒരു സിംപ്ലക്സ് ഇതാണെന്ന് വിചാരിക്കാം. ഇതിൽ ഈ പോയിൻ്റ് A1 ആണ്, ഈ പോയിൻ്റ് A2 ആണ്, ഈ പോയിൻ്റ് A3 ആണ്. നമ്മളൊരു ഓർഡറിങ് ആണല്ലോ നമുക്ക് ഓറിയൻറ്റേഷൻ കിട്ടുക. ഞാൻ കൊടുക്കുന്ന ഓർഡറിങ് ഇതാ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. A1 ആണ് A2നേക്കാളും ചെറുത്, A2 ആണ് A3യേക്കാളും ചെറുത്. ഇങ്ങനൊരു ഓർഡറിങ് ഞാൻ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ വരുമെന്നറിയോ? ഇതാ ഇങ്ങനെ A1 A2 A3 ഇതൊരു പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആയിരിക്കും. A1 A2 A3 ഇതൊരു പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. അതേപോലെ ഇതിൽ ഏതൊക്കെയാണ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ഉള്ളത്? ഇനി A2വിൽ നിന്ന് തുടങ്ങുകയാണെങ്കിലോ, A2 നിന്ന് തുടങ്ങുകയാണെങ്കിൽ A2 A3 A1 ഇതൊരു പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ്. അതേപോലെ A3 നിന്ന് തുടങ്ങുകയാണെങ്കിലോ A3 A1 A2 ഇതൊരു പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ് അല്ലേ. ഇനി നെഗറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഓഡ് പെർമ്യൂട്ടേഷൻ എടുക്കുന്നത് നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ആയിരിക്കും. ഓഡ് പെർമ്യൂട്ടേഷൻ എക്സാമ്പിളാണ് ഇപ്പോൾ ഞാൻ A2 എന്ന് എടുക്കുക, A2 A1 A3 എന്നെടുക്കുക, A2 A1 A3 ഇതിൻ്റെ ഓറിയൻറ്റേഷന് നെഗറ്റീവാണ് വരിക. കാരണം എന്താ, നമ്മൾ എടുക്കുന്നത് ഓഡ് പെർമ്യൂട്ടേഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ A2 A1 A3 എന്നുള്ളത് നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ് കേട്ടോ. ഇവരൊക്കെ പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ്. അതേപോലെ A1 A3 A2 ഇതെന്താണ്, നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ്. അതേപോലെ A3 A2 A1 ഇതൊക്കെ നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ്. ഈ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇതിന് മുന്നേ ഇങ്ങനെ ഒരു പ്ലസ് ഇട്ട് കൊടുക്കും. നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ആണെങ്കിലോ നമ്മൾ -A0 A1 A2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതെന്തായി, നമ്മൾ എടുക്കുന്നത് നെഗറ്റീവ് ഓറിയൻറ്റേഷൻ എന്നായി. ഓക്കെ, ഇതെന്താ കാണിക്കുന്നത്, നെഗറ്റീവ് ഓറിയൻറ്റേഷൻ്റെ ഓർഡർ. ഇതെന്താ കാണിക്കുന്നത്, പോസിറ്റീവ് ഓറിയൻറ്റേഷൻ്റെ ഓർഡർ. പോസിറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഈവൺ പെർമ്യൂട്ടേഷനുള്ള ഇക്വലൻ്റ് ക്ലാസ്സുകളെയാണ്. നെഗറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഓഡ് പെർമ്യൂട്ടേഷൻ്റെ ഇക്വലൻ്റ് ക്ലാസ്സുകളെയാണ്. ഇനി ഒരൊറ്റ സിംപ്ലക്സ് മാത്രമാണെന്ന് വിചാരിക്കുക, ഒരൊറ്റ പോയിൻ്റ് മാത്രമാണെന്ന് വിചാരിക്കുക, അഥവാ സീറോ സിംപ്ലക്സ്. ഈ സീറോ സിംപ്ലക്സ് ഒരു പോയിൻ്റ് മാത്രം, A0 എന്ന് പറയുന്ന പോയിൻ്റ് മാത്രം, ഇത് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആയിരിക്കുമോ നെഗറ്റീവ് ഓറിയൻറ്റഡ് ആയിരിക്കുമോ? നമ്മളതിനെ പോസിറ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടാണ് എപ്പോഴും കരുതുക. ഇനി പറയുന്നത് എന്താണെന്നറിയോ, ഇനി ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. ഞാൻ ഒരു 1 സിംപ്ലക്സ് എടുക്കാം. 1 സിംപ്ലക്സ് എന്ന് പറയുമ്പം ഒരു ലൈനാണല്ലോ വരിക. ഓക്കെ, ഒരു ലൈന് A0 A1 എന്ന് പറയുന്ന ഒരു ലൈന് വരും. ഈ ലൈന് ഇതിലെ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ എനിക്ക് കാണണം. ഇതിൽ A0 ആണ് A1നേക്കാളും ചെറുത്. അങ്ങനെ ഞാൻ എടുക്കുന്നതെങ്കിൽ ഇതിലെ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ഏതാ വരിക? പോസിറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്തിട്ട് കൊടുക്കണം, ഒരു പ്ലസ് ഇട്ട് കൊടുക്കണം അല്ലേ. പ്ലസ് ഇത് 1 സിംപ്ലക്സ് ആയതുകൊണ്ട് σ1 = പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആയതുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരിക, A0 A1 അല്ലേ. കാരണം എന്താ, A1 ആണ് ഏറ്റവും വലുത്. അപ്പോൾ A0 A1 എന്ന് വരും. ഇനി ഇതിലെ നെഗറ്റീവ് സിംപ്ലക്സ്, നെഗറ്റീവ് ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് വരിക, A1 A0 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്.
ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഞാനൊരു 2 സിംപ്ലക്സ് എടുക്കാം. 2 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ വരും അല്ലേ. ഒരു ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ്. A0 A1 A2 A0 A1 A2. ഇനി ഞാൻ കരുതുകയാണ് A0-നേക്കാളും വലുതാണ് A1, A1-നേക്കാളും വലുതാണ് A1-നേക്കാളും വലുതാണ് A2. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരിക? A0-ന്ന് A1-ലേക്ക്, A1-ന്ന് A2-ലേക്ക്, A2-ന്ന് A0-ലേക്ക്. ഇതാണല്ലോ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിലെ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ഏതൊക്കെയാണ് വരിക? നിങ്ങളൊന്ന് നോക്കിയേ. പോസിറ്റീവ് ഓറിയൻറ്റേഷനിലേക്ക് ആരൊക്കെയാണ് വരിക? ആദ്യം വരിക A0 A1 A2 വരുമല്ലോ. അതേ ഡയറക്ഷൻ തന്നെ അല്ലേ. A0 A1 A2 വരും. ഇനി ആരൊക്കെയാണ് വരിക? A1-ന്ന് തുടങ്ങുകയാണെങ്കിൽ A1 A2 A0 ആ ഡയറക്ഷൻ നോക്കിയാൽ മതി. ഇനി A0-ന്ന് A2-ന്ന് തുടങ്ങുകയാണെങ്കിൽ A2 A0 A1-ന്ന് വരും അല്ലേ. ഇനി നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ഏതൊക്കെയാണ് വരിക? നമ്മൾ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ പറഞ്ഞു. ഇനി നമുക്ക് നെഗറ്റീവ് ഓറിയൻറ്റേഷൻ നോക്കാം. നെഗറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ അങ്ങ് ചേഞ്ച് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ A0-ന്ന് തുടങ്ങുകയാണെങ്കിൽ A0 A2 A1 എന്ന് വരും. ഈ ഒരു ഡയറക്ഷനിലാണ് വരിക. ഈ ഒരു ഡയറക്ഷൻ എന്തായി? നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ആയല്ലോ. ഇനി A2-ന്ന് തുടങ്ങുകയാണെങ്കിൽ A2 A1 A0 ഇത് നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ്. ഇനി A1-ന്ന് തുടങ്ങുകയാണെങ്കിൽ A1 A0 A2 ഇതും എന്താണ്? നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ മനസ്സിലായി. നമ്മളൊരു ഡയറക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുക. ഒരു ഓർഡറിങ് കൊടുക്കുന്നത്. അത് തന്നെ 2 വിധത്തിലുണ്ട്. പോസിറ്റീവ് ഓറിയൻറ്റേഷനുണ്ട്, നെഗറ്റീവ് ഓറിയൻറ്റേഷനുണ്ട്. നമ്മൾ 0 സിംപ്ലക്സ് ഒരൊറ്റ പോയിൻ്റ് മാത്രമാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു പോസിറ്റീവ് ഓറിയൻറ്റേഷനായിട്ട് കൺസിഡർ ചെയ്യും. നമ്മളതിന് എക്സാമ്പിളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇൻസിഡൻസ് നമ്പർ എന്താണെന്ന് നോക്കാം. എന്താണ് ഇൻസിഡൻസ് നമ്പർ? നമ്മൾ 2 സിംപ്ലക്സുകൾ എടുക്കുന്നു. ഒരു P+1 സിംപ്ലക്സും ഒരു P സിംപ്ലക്സും. എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവേ. ആദ്യം നമുക്ക് ഡെഫിനേഷൻ നോക്കാം. ഒരു P+1 സിംപ്ലക്സും P സിംപ്ലക്സും എടുത്തിട്ട് അവർ തമ്മിൽ ഇൻസിഡൻസ് ചെയ്യുന്ന നമ്പർ എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കാം. അത് 3 നമ്പറേ വരുള്ളൂ. ഒന്നെങ്കിൽ 0 വരും, ഒന്നെങ്കിൽ 1 വരും, അല്ലെങ്കിൽ -1 വരും. 2 സിംപ്ലക്സുകൾ, ഒരു P+1 സിംപ്ലക്സും ഒരു P സിംപ്ലക്സും. ഇപ്പോൾ ഞാൻ എടുക്കുന്ന Pൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഇതൊരു 2 സിംപ്ലക്സും ആണ്, ഇതൊരു 1 സിംപ്ലക്സും ആണ്. ഇവർ തമ്മിലുള്ള ഇൻസിഡൻസ് നമ്പർ 0 വരുമോ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ P+1-ൽ ഒരു P സിംപ്ലക്സ് ഇല്ല എങ്കിൽ, ഈ P+1-ൽ നമ്മളെടുക്കുന്ന P സിംപ്ലക്സ് ഇല്ല എങ്കിൽ അതെന്ത് വരും? 0 വരും. ഇനി 2 പേരും ഒരേ ഓറിയൻറ്റേഷനിലാണെങ്കിൽ അത് 1 വരും. ഇനി 2 പേരും നെഗറ്റീവ് ഓറിയൻറ്റേഷനിലാണെങ്കിൽ -1 വരും. ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ ഓറിയൻറ്റേഷൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ? നമ്മുടെ ഈ P+1 സിംപ്ലക്സിൽ P സിംപ്ലക്സിൽ ഇല്ലാത്ത ഒരു ടേം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇതാണ് നമ്മുടെ P സിംപ്ലക്സ് എന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ P+1 സിംപ്ലക്സ് അല്ലേ. ഇതാണ് നമ്മുടെ P+1 സിംപ്ലക്സ്. ഇതാണ് നമ്മുടെ P സിംപ്ലക്സ്. ഇനി Pയിലില്ലാത്ത P+1-ലുള്ള ഒരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ. ഏതാണ് ആ പോയിൻ്റ്? ഈ പോയിൻറ്റിനെ ഞാനിപ്പോൾ ഇതിനൊക്കെ A0 A1 A2 എന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാണുകയെന്ന് അറിയോ? ഇതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ A0 A1-ൻ്റെ മുന്നിലേക്ക്, നമ്മുടെ ഈ ഓറിയൻറ്റേഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക കേട്ടോ. A0-ന്ന് A1 ഇതിൻ്റെ മുന്നിലേക്ക് നമ്മുടെ ഈ വേർട്ടെക്സ് ആയിട്ടുള്ള V ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ Pയിലില്ല P+1-ലുണ്ടെന്ന് പറയുന്ന ഈ വേർട്ടെക്സിനെ ഇതിൻ്റെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഓറിയൻറ്റേഷൻ ആണോ നോക്കുക. നമ്മൾ ആദ്യമേ എടുത്തിട്ടുള്ള ഓറിയൻറ്റേഷൻ എങ്ങനെയാണ്? ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അല്ലായിരുന്നോ? അതേപോലെ തന്നെയാണ് ഇപ്പം കിട്ടിയത്. നോക്കൂ, A2-ന്ന് A0-ലേക്ക്, A0-ന്ന് A1-ലേക്ക്, A1-ന്ന് A2-ലേക്ക്. ഓറിയൻറ്റേഷൻ മാറിയോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി നമുക്ക് നെഗറ്റീവ് ഓറിയൻറ്റേഷനാണ് കിട്ടുന്നതെങ്കിൽ ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. നമുക്ക് കുറച്ച് എക്സാമ്പിളുകളൊക്കെ നോക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും കേട്ടോ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. നോക്കാം നമുക്ക്. ഞാനൊരു വൺ സിംപ്ലെക്സ് എടുക്കുകയാണ്, സിഗ്മ 1. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ വൺ സിംപ്ലെക്സ് എടുക്കുകയാണ്. പോസിറ്റീവ് ഓറിയൻറ്റേഷനായിട്ട് ഞാൻ എടുക്കുന്നു A0 A1 എന്ന് വെച്ചാൽ എന്താ, A0 എന്ന് പറഞ്ഞാൽ A1-നേക്കാളും ചെറുതാണ്. A0 നിന്ന് A1-ലേക്കാണ് നമ്മുടെ ഡയറക്ഷൻ പോകുന്നത് അല്ലേ. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇൻസിഡൻസ് നമ്പർ നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് വരിക. സിഗ്മ 1 നമ്മളെങ്ങനെയാണ് ഫോം, സിഗ്മ P+1 സിഗ്മ P എന്ന് പറഞ്ഞ ഫോമില. അപ്പോൾ ഇവിടെ സിഗ്മ 1 ആണെങ്കിൽ വൺ സിംപ്ലെക്സ് ആണെങ്കിൽ അടുത്ത് നമ്മൾ കോമ ഇട്ടിട്ട് എഴുതുന്ന ടേം എന്തായിരിക്കണം, 0 സിംപ്ലെക്സ് ആയിരിക്കണം. അപ്പോൾ 0 സിംപ്ലെക്സ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ പോയിൻ്റ് നമുക്ക് വരക്കാൻ പറ്റുള്ളൂ അല്ലേ. 0 സിംപ്ലെക്സ് എന്ന് പറയുന്നത് പോയിൻറ്റുകളാണ്, 1 സിംപ്ലെക്സ് എന്ന് പറയുന്നത് ലൈനുകളാണ്, 2 സിംപ്ലെക്സ് എന്ന് പറയുന്നത് ട്രയാങ്കിളുകളാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 1 സിംപ്ലെക്സ് എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ടേം എന്തായിരിക്കണം, ഈ ഇക്വേഷൻ പ്രകാരം 0 സിംപ്ലെക്സ് ആയിരിക്കണം. അപ്പോൾ 0 സിംപ്ലെക്സിലൊരു പോയിൻ്റ് എന്ന് പറഞ്ഞത് ഇതിൽ 2 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ A0 വെച്ച് ചെയ്ത് നോക്കാം. A0 വെച്ച് ചെയ്യുമ്പോൾ നമ്മളെന്താ പറഞ്ഞത്, നമ്മുടെ പിയിലില്ലാത്ത P+1-ലുള്ള വേർട്ടെക്സ് അല്ലേ. ഇപ്പോൾ ഈ A0 ഉണ്ട്, A1 ഉണ്ട്. ഇതിൽ സിഗ്മ നോട്ടിൽ 0 സിംപ്ലെക്സിലുള്ള ഇല്ലാത്ത എന്നാൽ 1 സിംപ്ലെക്സിലുള്ള പോയിൻ്റ് ഏതാ, 0 സിംപ്ലെക്സിലില്ലാത്ത പോയിൻ്റ് എന്ന് പറയുമ്പോൾ A1, 1 സിംപ്ലെക്സിലുള്ള പോയിൻ്റ് എന്ന് പറയുമ്പോൾ A1 അല്ലേ. അപ്പോൾ ഈ A1-നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ A0-ൻ്റെ മുമ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, A1 A0 എന്ന് പറയും. A1 A0 എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ വരുന്നത്. ഇങ്ങനൊരു ഓറിയൻറ്റേഷൻ ഇതിൻ്റെ പോസിറ്റീവാണ് നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതെന്തായി, -1 എന്ന് വരും ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്ന് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സിഗ്മ 1 A1 കണ്ടു നോക്കാം. സിഗ്മ 1 A1 എന്ന് പറയുമ്പോൾ എന്ത് വരും, ഈ A1-ൻ്റെ മുന്നിലേക്ക് സിഗ്മ നോട്ടിലില്ലാത്ത 0 സിംപ്ലെക്സിലില്ലാത്ത 1 സിംപ്ലെക്സിലുള്ള പോയിൻ്റ് അതേതാ, A0 അല്ലേ. ആ A0-നെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ത് വരും, A0 A1 സെയിം ഓറിയൻറ്റേഷൻ, പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്ന് പറയുന്നത് 1 വരും. ഇപ്പോൾ ചെറുതായിട്ട് കൺഫ്യൂഷൻ ആയണ്ട, ഞാൻ ഒരു എക്സാമ്പിളും കൂടി പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി പറയുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു 2 സിംപ്ലെക്സ് എടുക്കാം. 2 സിംപ്ലെക്സ് ആകുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കാം. 2 സിംപ്ലെക്സ് A0 A1 A2 ഇതൊരു 2 സിംപ്ലെക്സ് ആണല്ലോ. ഇതിൻ്റെ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാ ഞാൻ എടുക്കുകയാണ്, സിഗ്മ 2 സിംപ്ലെക്സ് ആണ്, പോസിറ്റീവ് ഓറിയൻറ്റേഷനാണ് ഞാൻ എടുക്കുന്നത് A0 A1 A2. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വരും, A0 നിന്ന് A1-ലേക്ക്, A1 നിന്ന് A2-ലേക്ക്, A2 നിന്ന് A0-ലേക്ക്, ഇങ്ങനെ ഡയറക്ഷനാണല്ലോ വന്നത്. ഇനി ഞാൻ സിഗ്മ 1 ആയിട്ട് ചൂസ് ചെയ്യുന്നത് A0 A1-നെയാണ് ഞാൻ സിഗ്മ 1 ആയിട്ട് ചൂസ് ചെയ്യുന്നത്, A0 A1. അപ്പോൾ ഏത് വരും, A0 A1. ഇതാണ് നമ്മുടെ സിഗ്മ 1 എന്ന് പറയുന്നത്. ഇനി ഞാൻ ടോ 1 ആയി ചൂസ് ചെയ്യുന്നത് A0 A2-നെയാണ്. നമ്മുടെ ടോ 1 ആയിട്ട് ചൂസ് ചെയ്യുന്നത് A0 A2. അപ്പോൾ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയ ഇപ്പോൾ ഇങ്ങനെയാണ് A0 A2 കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ സിഗ്മ 2 സിഗ്മ 1 അതിൻ്റെ വാല്യൂ എന്താ വരിക, സിഗ്മ 1-ലുള്ള പോയിൻറ്റുകൾ ഏതാ, A0 A1. സിഗ്മ 1-ലുള്ളതും സിഗ്മ 2-ൽ ഇല്ലാത്തതുമായിട്ടുള്ള പോയിൻ്റ് ഏതാ ഉള്ളത്, സിഗ്മ 1-ലുള്ളതും സിഗ്മ 2-ലില്ലാത്തതുള്ള പോയിൻ്റ് A2 ആണല്ലോ. ഈ A2-നെ ഇതിനെ മുന്നിലേക്ക് അങ്ങിട്ട് കൊടുക്കുക. അപ്പോൾ എന്തൊരു A2 A0 A1, A2 A0 A1 ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. ഈ ഡയറക്ഷനിൽ തന്നെയല്ലേ നമ്മുടെ സിഗ്മ 2-ൻ്റെ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടും, +1 എന്ന് കിട്ടും ഇതിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിഗ്മ 2
ടോ 1ൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് വരിക നോക്കൂ. സിഗ്മ 2 ടോ 1ലുള്ള പോയിൻറ്റുകൾ എന്ന് പറയുന്നത് A0 A2 ആണ്. A0 A2 അതിലേക്ക് ടോ 1ൽ ഇല്ലാത്ത സിഗ്മ 2ലുള്ള പോയിൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്യണം. അതേതാ? A1. അപ്പോൾ A1 A0 A2 ആണ് ഇതിൻ്റെ ഡയറക്ഷൻ. A1 A0 A2 ഇത് നമ്മുടെ ഈ സിഗ്മ 2ൻ്റെ ഓറിയൻറ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്തായിരിക്കും വരിക? ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ -1 ആയിരിക്കും. ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി നമുക്ക് വേറൊരു ഗ്രാഫ് ഞാൻ എടുക്കുകയാണ്. ഇനി വേറൊരു ഗ്രാഫ് എടുത്തിട്ട് ഇതിന് 0 വരുന്ന ഇൻസിഡൻസ് നമ്പർ 0 വരുന്ന ഒരു എക്സാമ്പിളും കൂടി പറയാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തു. ഇതൊരു 2 സിംപ്ലക്സ് ആണ്. A0 A1 A2 എന്ന് പറയുന്ന ഒരു 2 സിംപ്ലക്സ്. ഇതിലേക്ക് ഞാൻ ടോ 1 ഇതൊരു സിഗ്മ 1 ആയിട്ട് സിഗ്മ 2 ആയിട്ട് ഞാൻ എടുക്കുന്നു. ഇതൊരു ടോ 1 ആയിട്ട് ഞാൻ എടുക്കുന്നു. ഇതിലാരൊക്കെയുണ്ട്? ഒരു A4 A5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിഗ്മ 2 ടോ 1ൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്തായിരിക്കും? ഇവർ നമ്മൾ ഇൻസിഡൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സിഗ്മ 2 ടോ 1ൻ്റെ ഇൻസിഡൻസ് നമ്പർ ഏതും വരില്ല. ഇല്ലല്ലോ, 0 ആയിരിക്കും വരിക. അതായത് നമ്മൾ ഒരു ഇൻസിഡൻസ് ചെയ്യുന്ന ഒരു പോയിൻറ്റും കൂടി ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇൻസിഡൻസ് നമ്പർ നമ്മൾ കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ഇൻസിഡൻസ് മെട്രിക്സ് ആണ്. പീത്ത് ഇൻസിഡൻസ് മെട്രിക്സ് എന്നാണ് പറയാം. ഈ ഇൻസിഡൻസ് മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ് കാണുക എന്നറിയോ? നമ്മൾ 2 സിംപ്ലക്സ് എടുക്കുന്നു. ഒരു P സിംപ്ലക്സും ഒരു P+1 സിംപ്ലക്സും. ഒരു P സിംപ്ലക്സും ഒരു P+1 സിംപ്ലക്സും നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഇതിലുള്ള P ഡയമെൻഷനുള്ള സിംപ്ലക്സുകളെ നമ്മൾ ആൽഫ P എന്നും P+1 ഡയമെൻഷനുള്ള സിംപ്ലക്സുകളെ നമ്മൾ ആൽഫ P+1 എന്നും വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈറ്റ P എന്ന് പറയുന്ന നമ്മുടെ പീത്ത് ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ മാട്രിക്സ് ആയിരിക്കും. ഈറ്റ ഓഫ് IG ഓഫ് P. ഈറ്റ ഓഫ് IG ഓഫ് P കാണുന്നതാ ഇത് വെച്ചിട്ടാണ്, നമ്മുടെ ഇൻസിഡൻസ് നമ്പർ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാം കൂടി കൺഫ്യൂഷൻ ആയില്ല. നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവേ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഞാൻ എടുക്കുകയാണ് ഒരു 2 സിംപ്ലക്സ് ഇങ്ങനെയും ഒരു 2 സിംപ്ലക്സ് ഇവിടെയും. ഇതിൽ A0 ഉണ്ട്, A1 ഉണ്ട്, A2 ഉണ്ട്. ഇവിടെ B0 ഉണ്ട്, B1 ഉണ്ട്, B2 ഉണ്ട്. ഇതിനൊരു ഡയറക്ഷൻ വേണമല്ലോ. ഞാൻ ഇങ്ങനെയാണ് ഡയറക്ഷൻ എന്ന് വിചാരിക്കുന്നു. ഇവിടെ അതേപോലെ തന്നെ ഇങ്ങനെയാണ് ഡയറക്ഷൻ എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനൊക്കെ ഓരോ പേരായിട്ട് ഞാൻ U1 എന്ന് കൊടുക്കുന്നു. ഇതിന് U2, ഇത് U3, ഇത് U4, ഇത് U5, ഇത് U6. ഓക്കെ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് ഈറ്റ ഓഫ് P എന്ന് പറഞ്ഞാൽ ഈറ്റ IG ഓഫ് P ആണ്. അപ്പോൾ നമുക്ക് പീത്ത് ഇൻസിഡൻസ് മെട്രിക്സ് ഈറ്റ ഓഫ് P കാണുന്നതിന് പകരം നമുക്ക് എന്ത് കണ്ടാൽ മതി? ഈറ്റ IG ഓഫ് P കണ്ടാൽ മതി. അപ്പോൾ ഈറ്റ IG ഓഫ് P കാണാൻ നമുക്ക് ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പറാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ അതിന് ഇൻസിഡൻസ് നമ്പർ കാണാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ Iനും Jക്കും 1 കൊടുക്കാം. Iനും Jക്കും 1 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? Iനും Jക്കും 1 കൊടുക്കുമ്പോൾ ഈറ്റ 1 P+1. ഇവിടെ ഞാൻ 2 സിംപ്ലക്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 സിംപ്ലക്സ് ആണെങ്കിൽ ഇവിടെ ഏതാ വരിക? 1 സിംപ്ലക്സ് ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ 1 സിംപ്ലക്സ് Jക്കും ഞാൻ 1 കൊടുക്കുന്നു അല്ലേ? സിഗ്മ 1² സിഗ്മ 2 സിംപ്ലക്സ് 1 സിംപ്ലക്സ് ഇങ്ങനെ വരും. അപ്പോൾ സിഗ്മ 1ലുള്ള ടേംസ് ഇതാണ് നമ്മുടെ സിഗ്മ 1 എന്ന് പറയുന്ന സിഗ്മ 2 സിംപ്ലക്സ്. സിഗ്മ 1 എന്ന് പറയുന്ന 2 സിംപ്ലക്സ് ഇതാണ്. സിഗ്മ 2 എന്ന് പറയുന്ന 2 സിംപ്ലക്സ് ഇതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ സിഗ്മ 1ലാണ് ആദ്യം നോക്കുന്നത് അല്ലേ? സിഗ്മ 1 എന്ന് പറയുന്ന 2 സിംപ്ലക്സിലാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഈ സിംപ്ലക്സിൽ 1 സിംപ്ലക്സിലെ ഫസ്റ്റത്തെ വേർട്ടെക്സിനെ നമ്മളിവിടെ നോക്കേണ്ടത്. ഈ 1ഉം 1ഉം കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇങ്ങനെ മുകളിൽ കൊടുക്കുന്നത് 1 സിംപ്ലക്സ്, 0 സിംപ്ലക്സ്, 2 സിംപ്ലക്സ്, 3 സിംപ്ലക്സ് ഇതൊക്കെ എന്താ? ഇതാണ് നമ്മുടെ സിംപ്ലക്സുകൾ. ഓക്കെ.
ഇതാണ് നമ്മുടെ സിംപ്ലക്സുകൾ. ഇതെന്താ വരിക, 3 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ ടെട്രാഹെഡ്രൺ വരും. ഓക്കെ, ഈ മുകളിൽ കൊടുക്കുന്നത് നമ്മുടെ സിംപ്ലക്സിൻ്റെ നമ്പറാണ്. താഴെ കൊടുക്കുന്നത് നമ്മളിപ്പോൾ A1 A2 എന്നൊക്കെ പറയില്ലേ, അതേപോലെ കൊടുക്കുന്നതാണ് താഴെ കൊടുക്കുന്ന നമ്പർ. ഇത് രണ്ടും തമ്മിൽ കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പം നമ്മൾ സിഗ്മ 2 സിംപ്ലക്സിലെ ഫസ്റ്റത്തെ പിക്ചറാണ് ഇത് കാണിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഏതാ, ഈ ഗ്രാഫ്. ഈ ഗ്രാഫിലെ 1 സിംപ്ലക്സിലെ ഫസ്റ്റത്തെ വേർട്ടെക്സ്, 1 സിംപ്ലക്സിലെ ഫസ്റ്റിലെ വേർട്ടെക്സ് ഏതാ, U1 എന്ന് വരും. അപ്പോൾ U1നെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ 1 2 സിംപ്ലക്സ് U1 എന്ന് എഴുതാം. ഇതിൻ്റെ ഇൻസിഡൻസ് മെട്രിക്സ് എന്താ വരിക, U1 എന്ന് പറയുമ്പോൾ U1ലുള്ള ആരൊക്കെയുണ്ട്, A0 A1 ആണ് U0ലുള്ളത് അല്ലേ, A0 A1. ഇനി U1ലില്ലാത്ത സിഗ്മ 2ലുള്ള ഒരു എലമെൻറ്റ് അത് ഏതാ വരിക, A2 അല്ലേ. ആ A2നെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ A2 A0 A1 എന്ന് വരും. A2 A0 A1. ഈ ഡയറക്ഷനും നമ്മുടെ ഡയറക്ഷനും സെയിം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്ത് വരും, ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്ന് പറയുന്നത് 1 എന്ന് വരും. U1 ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ 1 എന്ന് വരും. ഇനി അതുപോലെ ഓരോന്ന് കാണാം. ഇനി ഞാൻ ജെക്ക് 2 എന്ന് വാല്യൂ കൊടുക്കുക. ജെക്ക് 2 എന്ന് വാല്യൂ കൊടുക്കുമ്പോൾ സിഗ്മ 1 സ്ക്വയർ സിഗ്മ 2 1 സിംപ്ലക്സ് എന്ന് വരും അല്ലേ. അപ്പം ഇങ്ങനെ വരും, ഫസ്റ്റ് 1 സിംപ്ലക്സുകളിലെ രണ്ടാമത്തെ വേർട്ടെക്സ് എന്ന് വരും അല്ലേ. ഇതിനർത്ഥം 1 സിംപ്ലക്സുകളിലെ രണ്ടാമത്തെ വേർട്ടെക്സ്, 1 സിംപ്ലക്സിലെ രണ്ടാമത്തെ വേർട്ടെക്സ് ഏതാ, സിഗ്മ 1 ഇതിലെ 1 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഇതുമാണ്. അതിലെ രണ്ടാമത്തെ 1 സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ U2 എന്ന് വരും. അപ്പോൾ നമുക്ക് സിഗ്മ 1 സ്ക്വയർ U2 എന്ന് വരും അല്ലേ. അപ്പോൾ U2ൽ ആരൊക്കെയാണ് ഉള്ളത്, U2ൽ എന്ന് പറഞ്ഞാൽ A1 A2 ആണ് U2ലുള്ളത്. A1 ആണ് A2നേക്കാളും ചെറുത്. അപ്പോൾ U2ൽ ഇല്ലാത്ത സിഗ്മ 1 സ്ക്വയറിലുള്ള ടേം അതേതാ, A0. അപ്പോൾ A0 A1 A2 ഈ ഡയറക്ഷൻ തന്നെയല്ലേ വന്നത്. അപ്പോൾ അതിനെ നമ്മൾ 1 എന്ന് കൊടുക്കാം അല്ലേ, ഡയറക്ഷൻ മാറാത്തതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ ഇതും 1 എന്ന് വന്നു. ഇനി അതേപോലെ തന്നെ സിഗ്മ 1 സ്ക്വയർ U3 ജെക്ക് 3 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 1 എന്ന് വരും. അപ്പം നമുക്ക് ആ വാല്യൂസ് കിട്ടി. ഇനി അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് അറിയോ, അതേപോലെ 4 5 6ഉം ചെയ്യാം. 4 5 6 ചെയ്യുമ്പോൾ എന്താ വരിക, സിഗ്മ 1 സ്ക്വയർ ജെക്ക് 4 കൊടുക്കുമ്പോൾ സിഗ്മ 4 1 എന്ന് വരും അല്ലേ. ഈ വാല്യൂ എന്താ വരിക, ഈ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ 1 സിംപ്ലക്സിലെ 4th വേർട്ടെക്സ് അത് ഏതാ വരിക, അതാ ഈ വേർട്ടെക്സാണ്. ഈ വേർട്ടെക്സും നമ്മുടെ ഈ സിഗ്മ 1 സ്ക്വയറും തമ്മിൽ ഏതെങ്കിലും ഒരു ഫേസെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ, ഇല്ലല്ലോ. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇതിൻ്റെ എന്ത് വാല്യൂ എന്ത് വരും, 0 എന്ന് വരും. അതേപോലെ സിഗ്മ 5 1ഉം ഇതിലേക്ക് കൊടുക്കുമ്പോൾ 0 എന്ന് വരും. ജെൻ്റെ വാല്യൂ 4 കൊടുത്താലും 5 കൊടുത്താലും 6 കൊടുത്താലും ഇതിൻ്റെയൊക്കെ വാല്യൂ എന്ത് വരും, 0 എന്ന് വരും. ഇപ്പം നമ്മൾ ഐന് 1 കൊടുത്ത കേസുകളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഐന് 1 കൊടുക്കുന്ന ഇത്രയും കേസല്ലേ ഉള്ളൂ. ഇനി ഐന് 2 കൊടുക്കുന്ന കേസുകൾ നമുക്ക് നോക്കാം. 2 കൊടുക്കുമ്പോൾ എന്തൊക്കെ വരും, -1 ഒക്കെ വരുന്നുണ്ടോ, ഇല്ല. ഫസ്റ്റ് 2 കൊടുക്കുന്ന സമയത്ത് ഐന് 2 കൊടുക്കുമ്പോൾ ഈറ്റ് ഓഫ് 21 ഓഫ് പി നമുക്ക് കണ്ടുനോക്കാം. ഈറ്റ് ഓഫ് 21 ഓഫ് പി എന്ന് പറയുന്നത് സിഗ്മ 2 സ്ക്വയർ U1 എന്ന് വരും. ഈ സിഗ്മ 2 സ്ക്വയറിൽ U1 എന്ന് പറഞ്ഞ വെർട്ടെക്സിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഇല്ലല്ലോ. ഒരു ഫേസും കൂടി ഷെയർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 എന്ന് വരും അല്ലേ. അപ്പോൾ ഐന് 1 കൊടുത്താലും 2 കൊടുത്താലും 3 കൊടുത്താലും ഈ 3 ലൈനായിട്ട് നമ്മുടെ ഈ ഒരു 2 സിംപ്ലക്സ് സിഗ്മ 2 എന്ന് പറയുന്ന 2 സിംപ്ലക്സ് ഒരു ഫേസും കൂടി ഷെയർ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ വാല്യൂ ഒക്കെ എന്തായിരിക്കും, 0 എന്ന് വരും. അപ്പോൾ നമ്മൾ അത് കണ്ടു അല്ലേ. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഐന് 2 ഇട്ട് കൊടുക്കുക. ഐന് 2ഉം ജെക്ക് 4ഉം ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, ഈറ്റ് ഓഫ് 24ൻ്റെ വാല്യൂ എന്താ വരിക നോക്കാം. ഈറ്റ് ഓഫ് 24 എന്ന് പറയുമ്പോൾ സിഗ്മ 2 സ്ക്വയർ
സിഗ്മ 4 എന്ന് വരും അല്ലേ, സിഗ്മ 4. അപ്പോൾ ഇതാ ഫോർത്ത് ലൈനല്ലേ, ഫോർത്ത് 1 സിംപ്ലക്സ്, അപ്പോൾ U4 എന്ന് വരും. അപ്പോൾ സിഗ്മ 2² U4 എന്ന് വരും. സിഗ്മ 2² U4ഉം ഒരേ ഡയറക്ഷനിലല്ലേ, അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. U4ൽ ആരാളുള്ളത്? B0 B1 ആണ്. U4ൽ ഇല്ലാത്ത സിഗ്മ 2² ഒരു വേർട്ടെക്സ് ഏതാണ്? B2 ആണ്. അപ്പോൾ B2 B0 B1 എന്ന് വരും അല്ലേ, B2 B0 B1. അത് നമ്മുടെ അതേ ഓറിയൻറ്റേഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ വാല്യൂ ഇൻസിഡൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 എന്ന് വരും. അത് സിമിലാർലി ബാക്കിയുള്ളതൊക്കെ നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ആ കിട്ടിയതൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ച് വെക്കാം. എന്തൊക്കെയാണ് കിട്ടിയത്? ഫസ്റ്റ് നമ്മൾ ചെയ്ത സമയത്ത് η11 ഓഫ് പി നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അതേപോലെ η12 ഓഫ് പി നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. അതേപോലെ η13 ഓഫ് പി നമുക്ക് 1 എന്ന് കിട്ടി. അതേപോലെ η24ൻ്റെ വാല്യൂം 1 ആണ്. η25ൻ്റെ വാല്യൂം 1 ആണ്. η26ൻ്റെ വാല്യൂ 1 ആണ്. അത് പിന്നെ η14ൻ്റെ വാല്യൂ, η15ൻ്റെ വാല്യൂ, η16ൻ്റെ വാല്യൂ, പിന്നെ η21ൻ്റെ വാല്യൂ, η22ൻ്റെ വാല്യൂ, η23ൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് എന്താ കിട്ടി? 0 എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ ഇതങ്ങ് മെട്രിക്സ് ഫോമിൽ എഴുതുന്ന പണി മാത്രമേ നമുക്കുള്ളൂ. ആ മെട്രിക്സിൽ എഴുതുമ്പോൾ ആദ്യത്തെ 3 ടേം നമുക്ക് 1 എന്ന് കിട്ടി, പിന്നത്തെ 3 ടേം 0 എന്ന് കിട്ടി, പിന്നത്തെ 3 ടേം 0 എന്ന് കിട്ടി, പിന്നത്തെ 3 ടേം നമുക്ക് 1 എന്ന് കിട്ടി. അതായിരിക്കും നമ്മുടെ η(p) എന്ന് പറയുന്നത്. ആദ്യത്തെ 3 ടേം എന്ന് പറയുമ്പോൾ നമ്മൾ η(11 ഓഫ് പിയിൽ കിട്ടിയ ടേം നമ്മൾ ആദ്യം അതേതാ 1 എന്ന് കിട്ടിയില്ലേ, നമുക്ക് 1 എന്ന് കിട്ടി. ഇനി അടുത്ത ഏതാ? η(12 ഓഫ് പിയിൽ കിട്ടിയ വാല്യൂ അതേതാ നമുക്ക് കിട്ടിയ 1. പിന്നെ നമുക്ക് η(13ൽ കിട്ടിയ നമ്പർ 1. പിന്നെ 3 zeros നമുക്ക് കിട്ടി. അതുപോലെ 3 0 പിന്നെ കിട്ടി. പിന്നെ η(24 ഓഫ് പിയിൽ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി, പിന്നെ 1 കിട്ടി, പിന്നെ 1 കിട്ടി. ഇതാണ് ഇതിൻ്റെ η(p) എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസിഡൻസ് മെട്രിക്സും മനസ്സിലായല്ലോ.